സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവിന് പിന്നാലെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ ഫെഡറൽ കോടതി റദ്ദാക്കി. ചെറുകിട ബിസിനസ് ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ച് ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ ട്രേഡ് കോടതിയിലെ 3-അംഗ ബെഞ്ചാണ് നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിയമപ്രകാരം കോൺഗ്രസ് നൽകുന്ന അധിക പരിധി മറികടന്നാണ് പ്രസിഡന്റ് തീരുവ ചുമത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഭൂരിപക്ഷ വിധിയിലൂടെയാണ് നടപടി അസാധുവാക്കിയത്. തീരുവ അസാധുവാണെന്നും നിയമവിരുദ്ധമാണെന്നുമാണ് 3-അംഗ ബെഞ്ചിലെ 2 ജഡ്ജിമാർ നിരീക്ഷിച്ചത്. എന്നാൽ 3-ാമത്തെ ജഡ്ജി പ്രസിഡന്റിനെ അനുകൂലിച്ച് വിധി എഴുതി. ഇത്തരം വിഷയങ്ങളിൽ പ്രസിഡന്റിന് കൂടുതൽ ഇളവുകൾ നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം വിധിക്കെതിരെ ഭരണകൂടം മേൽക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യു.എസ്. കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ഫെഡറൽ സർക്യൂട്ടിലാകും ആദ്യം അപ്പീൽ നൽകുക. തുടർന്ന് രാജ്യത്തെ സുപ്രീം കോടതിയെയും സമീപിച്ചേക്കാം. കഴിഞ്ഞ വർഷം ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കുമെതിരെയും യു.എസ്. ഭരണകൂടം ഇരട്ടയ്ക്ക് തീരുവ ചുമത്തിയിരുന്നു. എന്നാൽ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഈ നടപടി റദ്ദാക്കി. ഇതിന് പിന്നാലെയാണ് 1974 ട്രേഡ് ആക്ടിലെ 122-ാം വകുപ്പ് പ്രകാരം 10% ആഗോള തീരുവ താൽക്കാലികമായി വീണ്ടും ഏർപ്പെടുത്തിയത്. ജൂലൈ 24-ന് ഈ തീരുവയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വാഷിംഗ്ടൺ സംസ്ഥാനം സുഗന്ധവ്യഞ്ജന കമ്പനിയായ ബർലാപ്പ് ആൻഡ് ബാരൽ, കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ ബേസിക് ഫണ്ട് എന്നിവരാണ് തീരുവ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്. പുതിയ വിധിയോടെ ഈ 3 കക്ഷികളിൽ നിന്ന് തീരുവ ഈടാക്കുന്നത് കോടതി നേരിട്ട് വിലക്കിയിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ലിബർട്ടി ജസ്റ്റിസ് സെന്റർ ആണ് ഹാജരായത്. എന്നാൽ മറ്റു കമ്പനികളും ഈ തീരുവ തുടർന്നും നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്ന് ലിബർട്ടി ജസ്റ്റിസ് സെന്ററിലെ ലിറ്റിഗേഷൻ ഡയറക്ടർ ജെഫ്രി ഷോപ്പ് വ്യക്തമാക്കി. നിയമ പോരാട്ടത്തിൽ വിജയിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബേസിക് ഫണ്ട് കമ്പനിയുടെ സിഇഒ ജെയ് ഫോർമാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് യു.എസ്. സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ വിധി. വ്യാപാര കമ്മി ദേശീയ അടിയന്തര അവസ്ഥയായി പ്രഖ്യാപിക്കാൻ 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമായിരുന്നു കഴിഞ്ഞ വർഷം ട്രംപ് ആഗോള തീരുവ ചുമത്തിയത്. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ഫെബ്രുവരി 28-ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഭരണഘടനാ പ്രകാരം തീരുവ ഉൾപ്പെടെയുള്ള നികുതികൾ ചുമത്താനുള്ള അധികാരം കോൺഗ്രസിനാണ്. ഈ അധികാരമാണ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പുതിയ കോടതി വിധി മറ്റ് കമ്പനികൾക്കും വലിയ ആശ്വാസമാകുമെന്ന് ഡോർസി ആൻഡ് വിറ്റ്നിയിലെ ട്രേഡ് ലോയറായ ഡേവ് ഡൗൺസെന്റ് ചൂണ്ടിക്കാട്ടി. തീരുവ പിൻവലിക്കാനും അടച്ച തുക തിരികെ ലഭിക്കാനും വിധി ചൂണ്ടിക്കാട്ടി കൂടുതൽ കമ്പനികൾ ഹർജി നൽകിയേക്കാം. അതേസമയം ജനുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയ തീരുവകൾക്ക് പകരം മറ്റൊരു സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി മറ്റ് 2 അന്വേഷണങ്ങൾ കൂടി യു.എസ്. ഭരണകൂടം നടത്തി വരികയാണ്. ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ എന്നിവയുൾപ്പെടെയുള്ള 16 വാണിജ്യ പങ്കാളികൾ ഉൽപ്പന്നങ്ങൾ അമിതമായി നിർമ്മിച്ച് വിലക്കുറവ് വിൽക്കുന്നുണ്ടോ എന്നും ഇത് അമേരിക്കൻ നിർമ്മാതാക്കളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്നതിലുമാണ് യു.എസ്. ട്രേഡ് റെപ്രസെന്റേറ്റീവിന്റെ കാര്യാലയം അന്വേഷണം നടത്തുന്നത്. കൂടാതെ യു.എസ്. ഇറക്കുമതിയുടെ 99% ഉൾപ്പെടുന്ന നൈജീരിയ തൊട്ട് നോർവേ വരെയുള്ള 60 രാജ്യങ്ങളിൽ നിർബന്ധിത തൊഴിലിലൂടെയാണ് ഉൽപാദനം തടയാൻ മതിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.